ഗുഡ് ഈവനിങ് മൈ ഡിയേഴ്സ്. 2024 നമ്മുടെ ആദ്യത്തെ വീഡിയോ. എന്ത് പറയുന്നു? എല്ലാവരും പുതിയ പുതിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തോ? 2024 നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെയായിരിക്കും. ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവും മിക്കവരും തന്നെ, അല്ലേ? ഈ 1-ാം തീയതി തുടങ്ങുന്ന കാര്യം ഒരു മാസമെങ്കിലും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകളും കുറവുകളും കുറ്റങ്ങളും എല്ലാം പാടേ മാറ്റുക. അത് കഴിഞ്ഞുപോയി. ഇനി പുതിയൊരു വർഷത്തിലെ പുതിയ പ്രതീക്ഷകളിലേക്ക് നമ്മൾ കടക്കേണ്ട സമയമാണ്. പുതിയ പുതിയ ഗോൾസ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എഴുന്നേൽക്കാനായിട്ട് നോക്കുക. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഹർബറിയായിട്ട് നമ്മുടെ വർക്കുകളിലേക്ക് ഒരു കാരണവശാലും പോകരുത് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 2-3 മിനിറ്റ് വെറുതെ ഒന്നിരിക്കുക. അതിനുശേഷം നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം മറ്റു ജോലികളിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഒന്നുകിൽ നമ്മൾ ഫ്രഷ് എയർ കിട്ടുന്ന പുറത്തേക്കൊന്ന് ഇറങ്ങി കുറച്ച് സമയം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കുക. അതല്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജനലുകളൊക്കെ തുറന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് ആ ഒരു ഫ്രഷ് എയർ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് സമയം ഒന്നിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതായിരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യും, അത് സക്സസ് ആയിരിക്കും, അങ്ങനെയുള്ള ആ ഒരു നല്ല നല്ല ശുഭപ്രതീക്ഷകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അന്നത്തെ ദിവസം ഉന്മേഷത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ കയറി വരിക, പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങണം കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു ശീലമില്ലാത്തവർ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഏർലി മോർണിംഗിൽ തന്നെ എഴുന്നേൽക്കുക. പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തലേദിവസം തന്നെ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരണം. അന്ന് ചെയ്ത, അതായത് ഇപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതിൽ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ അത് എന്തുകൊണ്ട് പറ്റാതായി അത് നോക്കി അതിനടുത്ത ദിവസം നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും വിജയങ്ങൾ നമ്മൾ അന്നന്ന് തന്നെ എഴുതി വയ്ക്കുക. വിജയങ്ങൾ എഴുതി വയ്ക്കുക. ആഴ്ചയിലൊരിക്കൽ അതെല്ലാം എടുത്തൊന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഉന്മേഷം കിട്ടുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സാധിക്കാതെ പോയ കാര്യങ്ങളും എഴുതി വയ്ക്കുക. കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്തെല്ലാം പരിമിതികൾ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കുറവുകൾ വന്നതുകൊണ്ടാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് പറ്റാതിരുന്നത് എന്നുകൂടി ചിന്തിച്ച് ഈ വർഷം അതിനെയെല്ലാം അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി അതിനേക്കാൾ ഉപരി ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് അത് നേടിയെടുക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി, പൂർണ്ണ ഉറച്ച തീരുമാനത്തോടു കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ട സമയമാണ് ഈ 2024 ആദ്യത്തെ ദിവസം. എന്ത് കാര്യവും നമ്മൾ ഒരു കാര്യം നടക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടിറങ്ങുക. ആ കാര്യം നടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അത് നടന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നാളെ നമ്മൾക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, നാളെ ഞാൻ ഒരു സ്ഥലത്ത് പോകും, അപ്പോൾ ഞാൻ ഇന്നെന്താ ചിന്തിക്കുക, ഞാൻ അതെങ്ങനെ ഇന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്തൂടെ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അതായത് ആ പോകുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞു, പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞ് തന്നെ, അതായത് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് സ്വയം പൊങ്ങി എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ സംഭവം. കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഇല്ലെങ്കിലും ഈ സ്വയം പൊങ്ങി കുറച്ച് നല്ല കാര്യം കേട്ടോ. അത് നമ്മൾ മറ്റുള്ളവരോട് പറയാനല്ല, സ്വയം നമ്മളോട് തന്നെ പറയുക. ഞാൻ വലിയൊരാളാണ്, ഞാൻ വലിയൊരു സംഭവം തന്നെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഞാനത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, ഞാൻ വലിയ രാജാവിനെ പോലെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് സന്തോഷിക്കുക. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും കിട്ടാതിരിക്കത്തില്ല കേട്ടോ. ആ ഒരു പൂർണ്ണ വിശ്വാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അയ്യോ, എന്നെക്കൊണ്ടൊന്നും പറ്റിയല്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കല്ലേ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നന്നായിട്ട് ഇങ്ങോട്ട് ചിന്തിച്ചോ. സ്വപ്നം കാണുന്നതിന് എന്തിനാ നമ്മൾ ഇത്ര ചിലവ് വല്ലതും ഉണ്ടോ? നന്നായിട്ട് സ്വപ്നം കാണുക, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കൂടി വേണം കേട്ടോ. അതുപോലെ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ ഈ സുഹൃത്തുക്കളിൽ നിന്നാവട്ടെ, ആരിൽ നിന്നുമാകട്ടെ, അതല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നാകട്ടെ, ആരിൽ നിന്നുമാകട്ടെ നമുക്കുണ്ടായ അവഗണനകൾ, അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ നമുക്കുണ്ടായ ദുഃഖങ്ങൾ, അതെല്ലാം മാറ്റിവെക്കുക.
അതിനുശേഷം പുതിയൊരു ജീവിതം എന്ന രീതിയിൽ തന്നെ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുക. അതൊന്നും മനസ്സിലിട്ട് വെറുതെ നമ്മൾ വേവലാതിപ്പെടരുത്. അത് കഴിഞ്ഞ കാര്യമാണ്, മാറ്റിവെക്കുക. ഇത് പുതിയൊരു വർഷമാണ്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ നിന്നും മാഞ്ഞു പോവാത്ത കാര്യങ്ങളുണ്ടാവും. അതൊന്ന് രാവിലെ ഒന്നും ഒരു കാരണവശാലും നമ്മൾ ഓർക്കരുത്. അങ്ങനെയൊക്കെ ഓർക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉച്ചക്കൊക്കെ വെറുതെ ഉറങ്ങാണ്ട് വീട്ടിലിരിക്കുമ്പോഴൊക്കെ വെറുതെ ഇരുന്ന് ഓർത്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മനസ്സിലായല്ലോ? ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വരാനായിട്ട്. ഞാൻ വലുതാണെന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ചെയ്ത് വലിയ കാര്യത്തിലേക്ക് എത്തുക. ഞാൻ എത്തിപ്പെടും എന്ന് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. കൂടുതൽ പ്രവർത്തിച്ച് നമ്മൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുന്നത്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എൻ്റെ പ്രാർത്ഥനയും പ്രയത്നവും കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും ഉറപ്പിൽ പറയാനായിട്ട് സാധിക്കും, നടക്കും. നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഈ ഒരു വർഷം നിങ്ങൾ മുടക്കരുത്. 2 നേരം മസ്റ്റായിട്ടും പ്രാർത്ഥിക്കുക, പറ്റുമെങ്കിൽ 3 നേരവും ആയിക്കോട്ടെ. എല്ലാവരും കൂടെ കൂടി നിന്ന് വെറുതെ ഇങ്ങനെ കുറേ ബുക്കുകൾ വായിച്ചു കൂട്ടുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നേ. നമ്മൾ ഡയറക്റ്റ് ഒരു സ്നേഹം, ദൈവസ്നേഹം വളർത്തിയെടുക്കുക. ഡയറക്റ്റ് ഒരു സംഭാഷണം നടത്തുക. നമ്മുടെ കാര്യങ്ങൾ ഡയറക്റ്റ് പറയുക. അതിന് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. പുതിയൊരു തുടക്കം. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ.